ഇത് നമ്മുടെ ഒരു VFXൻ്റെ ഒരു ഭാഗമാണ്. വേറെ തന്നെ ഒരു ലോകത്തെത്തി പോലെ. ഇത് ഡിക്സൺ, നമ്മുടെ VFXൻ്റെ സൂപ്പർവൈസറാണ്. ബാക്കി ഡീറ്റെയിലുകൾ. അപ്പം ഒരു മൂവി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ VFX സൈഡ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? എവിടെ തൊട്ടിട്ടേ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ വേണം? സാധാരണ നമുക്ക് പടം പ്രീ പ്രൊഡക്ഷൻ തൊട്ട് തന്നെ ചിലപ്പോൾ VFX കണ്ടന്റ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൂവീസ്. ചില മൂവീസിൽ നമുക്ക് VFX കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് നമ്മൾ DOPയും ഡയറക്ടറിൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ അക്കംപ്ലിഷ് ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ ആ ഒരു ജേർണി സ്റ്റാർട്ടാവും. ബട്ട് ചെറിയ ചെറിയ പടങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ മേ ബി മിനിമൽ ക്ലീനപ്സ് ആയിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രീ പ്രൊഡക്ഷൻ അധികം പ്ലാൻസ് ഒന്നും ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്ത ടർബോ എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഐസ്, സ്നോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് സെറ്റിൽ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇവിടെയൊക്കെ എന്തൊക്കെ കണ്ടൻറ്റ്സ് വരേണ്ടതെന്ന്. പിന്നെ അത് നമ്മളിവിടെ പ്രൊഡക്ഷനിൽ നമുക്ക് പിന്നെയും റീക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ വേണം എന്നല്ലേ പറയുന്നത്? അതെ അതെ, ഇറ്റ് ഡിപ്പെൻഡ്സ്. ബട്ട് ക്ലീനപ്പ് ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അധികം ഒന്നും പ്ലാൻ ചെയ്യാറൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. അത് ഫ്ലോയിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് പോകും. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പിന്നീട് ചെയ്യണത്. അല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും എല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കും. ലൈറ്റിലൊക്കെ തന്നെയാണോ എഡിറ്റിംഗ് നടക്കുക അതോ? അല്ല, ബേസിക്കലി ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആംബിയൻസ് ഇതായിരിക്കും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ്. ചില ക്രിയേറ്റീവ് വർക്ക്സ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണത്. ബിക്കോസ് ഞങ്ങൾക്ക് കളർ ന്യൂട്രലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ജഡ്ജ്മെൻറ്റും കുറച്ചും കൂടി, ബിക്കോസ് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് എൻവയറമെൻറ്റ് ഞങ്ങൾ മാക്സിമം പ്രിഫർ ചെയ്യും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം രണ്ടും നമ്മൾ മിക്സ് ചെയ്യും. ബിക്കോസ് എല്ലാത്തിനും അത്രയും ഫാറ്റിക് ഡാർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിന് ഫാറ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിവ്യൂ സമയത്ത് മാത്രം ഡാർക്ക് ആക്കും, അല്ലാത്ത സമയത്ത് ലൈറ്റ് തന്നെ വർക്ക് ചെയ്യും. ലൈറ്റ് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഡാർക്കിൽ വെക്കുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു ഔട്ട് എങ്ങനെയാണെന്ന് കറക്റ്റ് ലൈറ്റ്സിൽ നമുക്ക് മോണിറ്റേഴ്സിൽ റിഫ്ലക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അൺവാണ്ടഡ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡാർക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് തിയേറ്ററിൽ എന്തായിരിക്കും എക്സ്പീരിയൻസ് നമുക്ക് ഏകദേശം ഒരു വേഗ് ഔട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഡാർക്കിൽ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ AI പറഞ്ഞ ഒരു സംഭവം VFX വേൾഡിലോട്ട് ഭയങ്കരമായിട്ട് അത് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പല രീതിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ രീതിയിലായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളിതിപ്പോൾ ഒരു പ്രീമിയം ആഡാണ് ദുബായിത്തെ ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂം ബ്രാൻഡാണ് ബേസിക്കലി. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ബോർഡ് ഞങ്ങൾ ആക്ച്വലി AIയിലാണ് ക്രിയേറ്റ് ചെയ്തത്. സ്ലൈഡ്സും കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് നമ്മുടെ ക്ലയൻറ്റ് അവർ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ക്ലയൻറ്റാണ്. അപ്പോൾ അവരുടെ സൈഡിൽ തന്നെയാണ് തന്ന സ്റ്റോറി ബോർഡ്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ രീതിയിൽ AIയിൽ മോഡിഫൈ ചെയ്തിട്ട് അത് ഞങ്ങൾ പിന്നീട് അതിപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് ആണ് കറൻ്റ്ലി.
അപ്പോൾ ഇത് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഇന്ന് കാണിച്ചു. നേരത്തെ കണ്ട ആ കോൺസെപ്റ്റ് ഇപ്പോൾ അത് ലൈഫിലോട്ട് വരണത് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റും. അതെ, നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ ഇല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അറൗണ്ട് 3 to 4 days ഒക്കെ വരും. പ്ലസ് അവരുടെ ടൈം അധികം എടുക്കും. സെയിം സാധനം നമ്മൾ എയിൽ ചെയ്യുമ്പോഴത്തേക്കും മേ ബി ഒരു 10 hours തീർക്കണപ്പോൾ നമുക്ക് 2 hours തീർക്കാൻ പറ്റും. ആൻഡ് വി വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് ദ സെയിം ക്വാളിറ്റി. പിന്നെ ഞങ്ങളുടെ അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ മാനുവൽ ടച്ചസ് കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ അത് മാറ്റിയെടുക്കാറ്. ഇത് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ഇത് പ്രീമിയം പെർഫ്യൂമിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ്. ഇവിടെയും വളരെ സജീവമായി കൊണ്ടിരിക്കുന്നു എന്നാണ് ആയിട്ട്. അതെ അതെ അതെ. ഏത് നമ്മളതിനെ പുച്ഛിച്ച് നിന്നിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ലാഭിക്കാൻ പറ്റും. പ്ലീസ് നമുക്കിപ്പോൾ ബഡ്ജറ്റും ഭയങ്കരമായിട്ട് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് എല്ലാ ക്ലയൻറ്റിനും അധികം ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ള പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ കൂട്ടാൻ പറ്റും.